ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യക്ക് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണ് പൈനാപ്പിൾ പച്ചടി. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് പൈനാപ്പിൾ പച്ചടി എന്ന റെസിപ്പിയാണ്. നമുക്ക് കാണാം ഈ റെസിപ്പിയിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. പൈനാപ്പിൾ പച്ചടിയിലേക്ക് വേണ്ടുന്ന ചേരുവകൾ: പൈനാപ്പിൾ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഇത് 1/2 കപ്പ്. മുന്തിരിങ്ങ കുരു ഉള്ളത് തന്നെ, മധുരം ഉള്ളത്, ഇത് 1/4 കപ്പ്. തേങ്ങ ചിരവിയത് 1/4 കപ്പ്. ശർക്കര, ഇത് ഓപ്ഷണലാണ്. കടുക്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് 2 പച്ചമുളക്, അതിലേക്ക് തന്നെ ലേശം മഞ്ഞൾപ്പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, കൂടി ചേർക്കും. നമ്മൾ കളറ് ഫെയ്ഡ് ചെയ്യാതിരിക്കാനും പെട്ടെന്ന് വഴന്ന് കിട്ടാനുമായിട്ട് ലേശം ഉപ്പ് അതിലേക്ക് ചേർക്കുക. പൈനാപ്പിൾ ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് വെക്കാം. പൈനാപ്പിൾ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഒരു 1/2 കപ്പോളം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വെന്ത് വരുന്ന നേരത്ത് നമുക്ക് തേങ്ങയും അതുപോലെ കടുകും ചേർത്ത് അരച്ചെടുക്കണം. ഇത് ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് ഇതിലെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് മതിയാവും. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും കടുകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡിയായി. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്ത് കിട്ടണം. ഈ കറി ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്ന എൻ്റെ ഒപ്പം ജോലി ചെയ്ത ശൈല ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചി ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ട് കഴിച്ചത്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ മാറിയിട്ടില്ലെന്ന് പറയാം, അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ശൈല ചേച്ചി ഇങ്ങനെ ഓണത്തിൻ്റെ സമയത്ത് ഇത് ഉണ്ടാക്കി തന്നു. ഇപ്പം ശരിക്കും ശൈല ചേച്ചിനെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ഇത് കുക്ക് ചെയ്യുന്നതും. ശൈല ചേച്ചിക്കും 2 മക്കളുണ്ട്, വിനു, രാഹുൽ. അവരുടെ ഫാമിലിക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഓണാശംസകൾ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഈ റെസിപ്പി. കാരണം ഇത് ഈസിയാണ്, എന്നാൽ സദ്യക്ക് ഒഴിച്ചു വിടാനും വയ്യ, അതുപോലത്തെ ഒരു റെസിപ്പി. അപ്പം നമുക്കിത് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് യൂട്യൂബിൽ തന്നെ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ റെസിപ്പീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടോ എന്താ എന്നൊക്കെ ഉള്ളത്. ഇത് ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി കടി കൊള്ളുന്ന രീതിയിൽ വെക്കുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം. അപ്പം നമുക്ക് അതിലും അങ്ങനെയല്ല, കുറച്ചും കൂടി വെന്ത പരുവത്തിൽ വേണമെങ്കിൽ കുറച്ച് നേരം വേവിച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് എടുത്താലും മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞു ശർക്കര ഓപ്ഷണലാണ്.
ഓപ്ഷണലാണെന്ന് പറയാൻ കാര്യം നമ്മുടെ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പൈനാപ്പിളിന് അത്ര മധുരം പോരാന്ന് തോന്നിയാൽ നമുക്ക് ശർക്കര ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ പൈനാപ്പിളിന് അത്ര മധുരം പോരാ, അതുകൊണ്ട് ഞാൻ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം. ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നത് പൊടിച്ച ശർക്കര വാങ്ങാൻ കിട്ടും, ഞാൻ അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിൽ നമുക്ക് വേറെ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ചേർത്തേക്കുന്നത്. ഇതിനെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കടുകും തേങ്ങയും ചേർക്കാം. ഒന്ന് തിളയ്ക്കുക. അപ്പം നമ്മുടെ ശർക്കര പൈനാപ്പിളിൽ ചേർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. അപ്പം നമ്മുടെ തേങ്ങയും കടുക് അരച്ചതൊക്കെ അതുമായിട്ടങ്ങ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ ഇട്ടതിന് ശേഷം ഒത്തിരി നേരം കുക്ക് ചെയ്യാൻ പാടില്ല, ഒന്ന് ആവി കൊണ്ടാൽ മതി. മുന്തിരിങ്ങ കടിക്കണം അത് നമ്മൾ കഴിക്കുമ്പോൾ. ഞാൻ ഈ ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ കളറ് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ഓറഞ്ച് കളറിലേക്ക് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല മഞ്ഞ നിറത്തിൽ കിട്ടും പൈനാപ്പിളിൻ്റെ. നമുക്ക് മുന്തിരിങ്ങയും കൂടി ചേർക്കാം. അപ്പം ഈ ഓണത്തിന് പെട്ടെന്ന് പരീക്ഷിക്കാനും പറ്റുന്നതാണ്, എന്നാൽ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനിത് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ പൈനാപ്പിൾ പച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഓണത്തിന് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ ഓണത്തിന് പരിപ്പ് പായസം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കിയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.